തന്നെ ഡയറക്ടർക്ക് പരിചയപ്പെടുത്തി ഒരേ ഒരു ചിത്രം കൊണ്ട് പേരും പ്രശസ്തിയും നേടിയെടുത്തവൾ. ഇന്നവൾ എല്ലാവരും അറിയുന്ന ഒരു കലാകാരി. ഒരു മതി കടലതാ. ഇതൊക്കെ എവിടുന്ന് വന്ന കാലക്ക് കേട്ടോ. പ്രതീക്ഷിച്ചതിലും നല്ല പടമായിരുന്നു കേട്ടോ. അതെ അതെ അതെ. പടം 100 ദിവസമാ, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇത്രയും നാളും ഡൗട്ടിലായിരുന്നല്ലേ? നമസ്കാരം ചേട്ടാ. രണ്ടു ദിവസമായിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു? നീ ആരാന്ന് പറഞ്ഞു? മുസ്തഫയാടാ. ഇതെന്താ ഹനുമാന്റെ വേഷത്തിൽ മുസ്തഫയോ? ഇതൊക്കെ സിനിമയിലേ നടക്കൂ. ഈ വേഷം കെട്ടലിന് എത്ര കിട്ടും? അല്ല അത് പോട്ടെ, നിന്റെ റൂംമേറ്റ് അയ്യപ്പനില്ലേ, അവനിട്ട് ഹൗസ് ഓണർ ചെവിക്കലിനിട്ട് അടിച്ചു കൊടുത്തത്. എന്തിന്? 6 മാസമായിട്ട് വാടക കൊടുത്തില്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇരിക്കും അവര്. നല്ല കിറ കിട്ടിയത്. അവൻ അത് തന്നെ വേണടാ. ഇന്നലെ 50 രൂപ ഞാൻ കടം ചോദിച്ചു. കയ്യെ വെച്ചോണ്ടവൻ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടേ അയാള് വീടും പൂട്ടി പോയി. ഞാനെല്ലാം കൂടി വാരിക്കുട്ടി എന്റെ റൂമിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നിന്റെ റൂമിൽ കൊണ്ട് വെക്കാൻ പാടില്ലായിരുന്നു. ആ കീറിയ പായൊക്കെ എവിടെ വെച്ചാൽ എന്താ? എടാ മുസ്തഫ, എടാ കുട്ടപ്പ, നിനക്ക് എന്റെ റൂമിൽ ഒന്ന് താമസിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അത് മനസ്സിൽ വെച്ചാൽ മതി മോനെ. എന്റെ റൂമിൽ ഇപ്പൊ തന്നെ 6 പേരുണ്ട്. ഒരുത്തൻ നിന്നോണ്ട് ഉറങ്ങണേ, എനിക്ക് ഓക്സിജൻ പോലും കിട്ടണില്ല. നീ എന്താ ആലോചിക്കണേ? ആ ശരത്ത് ഒറ്റയ്ക്കല്ലേ താമസിക്കണേ, നീ അങ്ങോട്ടങ്ങനെ ചെല്ല്. എടാ ഇന്നലെ അവനെ കാണാൻ വേണ്ടി ഞാൻ പോയതാടാ. ഞാൻ കഥകെ മുട്ടി. കഥ തുറന്നവൻ എന്നെ നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് അവൻ കഥ കടച്ച് കളഞ്ഞിട്ട് ഞാനെന്താ വീണ്ടും കഥകെ മുട്ടിയിട്ട് എന്നാണ് എന്റെ കാശെന്ന് പറഞ്ഞു കൊടുക്കണോ? ഞാൻ പോന്നു. നീ എവിടെ കിടക്കും? എടാ കിടക്കാൻ സ്ഥലമൊന്നും ഓർത്ത് പേടിച്ചാ മോനെ സിനിമയുടെ ഒരു മൂലയ്ക്ക് പോലും കയറി നിൽക്കാൻ പറ്റില്ല. എന്തിനാണ് എത്ര ടെൻഷൻ? എടാ ഇതേപോലെ മാസത്തിൽ 5-6 വേഷം കെട്ടി ഈ വാടക പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ജീവിതം തന്നെ പ്രശ്നമാവൂടാ. നിന്നെ പോലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നത്, അത് കിട്ടിയില്ലെങ്കിൽ കാൽ ടാക്സി ഓടിക്കുന്നത്, ഇതൊക്കെ വാടക കൊടുക്കാനും വല്ലതും ഞണ്ണാനേ തികയൂ. നീ ഒരു കാര്യം ഓർത്തോ, ഒരു പ്രാവശ്യം ജൂനിയർ ആർട്ടിസ്റ്റായ മരണം വരെ നീ ജൂനിയർ ആർട്ടിസ്റ്റാ. നിന്റെ കൂടെ എന്റെ വില കൊടുക്കും. പോടാ. ചെവിക്കുറ്റി അടിച്ചാ പൊട്ടിക്കും. പോടാ. ശപിക്കുവാടാ, നിന്റെ ജന്മം പാഴ്. ഒരുപാട് കാലത്തിന് ശേഷം ഹീറോയിനെ മീറ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടാ. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, മൊത്തം ഡെവലപ്പ് ചെയ്ത് అభినയിക്കുന്ന కాര്യം ഞാൻ ഏറ്റു. క్లైమాక్స్ వచ్చింది మా తెలుగు ఇండస్ట్రీలో ఇప్పుడు వరకు ఎవరికి ఈ క్లైమాక్స్ రాలేదు. ആരാടാ ഹീറോ? ఒరే ఒక్క సూపర్ యాక్టర్ తెలుగు సినిమాకి నేనే അറിമുഖം చేస్తాండ్రా. ആന്ധ്രയ്ക്ക് ഇത് വളരെ അത്യാവശ്യം. നീ ഉടനെ പുറപ്പെട്ടടാ. അവൻ പോയാ തെലുങ്ക് സിനിമ ആന്ധ്രയിലേക്ക് പോയിട്ട് വർഷങ്ങളായി. അവസാനം പോണത് ഈ കണ്ണല്ലേ. ക്ലൈമാക്സ് వచ్చింది. ఏ కిచ్చా ഞാൻ പോയിട്ട് ഫോൺ ചെയ്യാവടാ. നീ പോയിക്കോ, ഇനി ഫോൺ ചെയ്യണ്ട. ഞാൻ ആന്ധ്രയിൽ എത്തിയിട്ട് ഇവിടെ ഒന്ന് സൂപ്പർ സ്റ്റാർ ആവാൻ నేను ఇప్పుడే ఖాళీ చేస్తాను, నువ్వు అదుకులే వస్తావా? എടാ നിനക്ക് ക്ലൈമാക്സ് എന്തായാലും ഇവിടെ കിട്ടിയല്ലോ. అవును. ഇനി ആന്ധ്ര ചെന്ന് കഥ അന്വേഷിക്കല്ലേ. ആള് കുഴപ്പമൊന്നുമില്ല. ഒരേ ബാബു, ഞാൻ നിന്നെ ആന്ധ്രയിൽ പരിചയപ്പെടുത്താം, నువ్వు వస్తావా? എടാ നിന്നെ ഞാൻ ഇന്ന്. ഗുഡ് മോർണിംഗ് ശരത്തെ. മോർണിംഗ്. സുഖം തന്നെയല്ലേ ശരത്ത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല കുട്ടപ്പ, എന്നെ കാണാൻ വേണ്ടി നീ എന്തിനാ ഈ പായം തലോണൊക്കെ വന്നിരിക്കുന്നത്? കളിയാക്കുന്നത് കണ്ടില്ലേ? 3 മാസം വാടക കൊടുക്കാത്തതുകൊണ്ട് ഓണർ ഇറക്കി വിട്ടു ശരത്തെ. ഞാൻ ആകെ ബുദ്ധിമുട്ടില്ല, എന്നെ സഹായിക്കില്ലേ? ഇങ്ങനെ പെട്ടിയും കിടക്കിയിട്ട് വന്ന പിന്നെ എന്ത് ചെയ്യും? താമസിച്ചോ? പക്ഷെ എന്ന് പോകുന്നൂടി പറയണം. ഞാനിത് അകത്ത് വെച്ചിട്ട് നിക്ക്. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒലക്ക കയറ്റുന്നവനാ നീ. ആദ്യം നീ എന്ന് പോകുന്നു പറ, ബാക്കി കാര്യം പിന്നെ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ ശരത്ത്? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു നല്ല ക്യാരക്ടർ കിട്ടിയ ഉടനെ തന്നെ ഞാൻ പോയേക്കാം. നിനക്ക് നല്ല ക്യാരക്ടർ എന്നാ പിന്നെ ഹീറോ എന്ത് ചെയ്യും? നീ നടക്കുന്ന കാര്യമെല്ലാം പറ. ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ വില്ലന്മാരെ പോലെ ഡയലോഗ് അടിക്കുന്ന പോലെയോ പുരാണ കഥയിലെ രാവണന്റെ വേഷം കെട്ടുന്ന പോലെയോ ഈസിയാണ്. സിനിമാന്ന് കരുതി നീ ഇങ്ങോട്ട് വണ്ടി കയറി. ഹലോ, ഞാനങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞില്ലേ? ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനൊക്കെ സ്റ്റൈലുണ്ട്. ആദ്യം നീ അതറിഞ്ഞിരിക്കണം. ആൽ പച്ചീനോ, ഡസ്റ്റിൻ ഹോഫ്മാൻ, റോബർട്ട് ഡെനീറോ, ഇതുപോലെ പേര് കേട്ട നടന്മാരുടെ സിനിമകളൊക്കെ ഒന്ന് പോയി കാണ്.
ഇതൊരു 100 പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അന്നതനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നീ വലിയ ആളായനെ. ശരി, എപ്പോ തിരിച്ചു പോവും അതാദ്യം പറ, എനിക്കതാ അറിയേണ്ടത്. ശരത്തെ അത് ഹലോ, എന്ത് ഹലോ? സംസാരിക്കുന്നത് മൈഥിലിയാ? ഞാൻ ശരത്തിന്റെ റൂംമേറ്റ് KK സംസാരിക്കുന്നത്. ശരചന്ദ്രനല്ലേ? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? ഹലോ, ശരചന്ദ്രൻ അവിടെ ഉണ്ടോ ഇല്ലയോ? ഓക്കെ 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 ഓക്കെ. ഫോൺ ആരോ ലേഡി വോയിസ് സംസാരിക്കുന്നു. നീ എന്തിനാ ഫോൺ എടുത്ത്? ആ, വന്ന് കേറിയില്ല, തുടങ്ങി. എത്രയും വേഗം ഇവിടുന്ന് പോണം. ഹലോ, ശരി, ഞാൻ വരാം. മോളുടെ പേരെന്താ? സൗമ്യ. സ്വീറ്റ് നെയിം. ഓക്കേ, ബൈ. ബൈ. കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്താ വിളിച്ചത്? ഷൂട്ടിംഗ് ക്യാൻസലായോ? ചിലപ്പോ ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഞാൻ പറയാതെയാ വന്ന്. നല്ല കാര്യം. എന്ത് നല്ല കാര്യം? കാലത്ത് ആദ്യത്തെ ഷോട്ട് ബെഡിലെ തലയണിയുമായിട്ട് അങ്ങോട്ടൊരുളി ഇങ്ങോട്ടൊരുളെന്നും പറഞ്ഞു ഒരു 4 തലയണെങ്കിലും വലിച്ചു കയറി. പിന്നെ കുളിക്കുന്ന സീനെന്ന് പറഞ്ഞൊരു നേരത്തെ തുണി കഷ്ണം. ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാ പോന്നേന്ന് പറഞ്ഞ് ഇങ്ങ് വന്നു. കഥ കേൾക്കാതെയാണോ നീ പോയത്? ഞാൻ ഇപ്പൊ കഥ കേട്ടനാ. ചേട്ടനാ കഥ കേട്ടത്. ഡയറക്ടറോട് സംസാരിക്കേ. ഞാൻ എങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കില്ലാന്ന് തുറന്നു പറ. സമ്മതിച്ചില്ലെങ്കിൽ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഡയറക്ടർ സാർ, എനിക്ക് നല്ല സുഖമില്ല. ഞാൻ അരമണിക്കൂറിൽ എത്തിയേക്കാം. സോറി സാർ. നീ എപ്പോഴാ ശരത് ഡയറക്ടർ ആവുന്നേ? എവിടെ പോയിട്ട് വരാ? ഷൂട്ടിങ്ങിന്. അതറിയാം. ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് എവിടെ പോയതാ? സുഖമില്ലായിരുന്നു, ആശുപത്രി പോയി. അഹങ്കാരം കണ്ടില്ലേ? ഡയറക്ടറുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ. അച്ഛാ, എനിക്ക് ആ പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. നീ അത്ര വലിയ ഹീറോയിനൊന്നും അല്ല. സിനിമയിൽ ഇങ്ങനത്തെ ജാട കാണിച്ച ഒറ്റ ദിവസം എടുത്ത് പുറത്തു കളയും. എനിക്ക് അതോർത്ത് വിഷമമില്ല. ഇനി മുതൽ ഞാൻ ആ കഥ കേൾക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ അഭിനയിക്കും. വേറെന്താടി പറഞ്ഞത് ആ അസിസ്റ്റന്റ് ഡയറക്ടർ? ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കാണടി. അവൻ എന്നെ കണ്ടു. അതിനുശേഷം ഈ ലോകം തന്നെ എന്നെ കണ്ടത്. ഞാൻ അവനെ കാണുന്നോണ്ട് ഒരു തെറ്റുമില്ല. ഈ പേരും പ്രശസ്തിയും എല്ലാവരും സുഖിച്ച് ജീവിക്കുന്നതും. ആ പറ, ബാക്കിയും കൂടെ പറ. അത്ര വലിയ കഴിവുള്ളവനാണെങ്കിൽ എന്താണ് ഇത്രയും നാളായിട്ട് അവനൊരു പടം ഡയറക്റ്റ് ചെയ്യാഞ്ഞത്? ശരി വിടറാ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ തലയിടുന്നത്? വേണ്ടച്ചാ, പറയട്ടെ, എന്ത് വേണമെങ്കിലും പറയട്ടെ. മതി മതി, നീ അകത്തേക്ക് പോ അകത്തേക്ക്. നിങ്ങൾ കാരണം അവൾ ഇത്രയാണ് അഹങ്കരിക്കുന്നത്. അവസാനം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം. ഇവനൊക്കെ സിനിമയെ വിമർശിക്കുന്നതായിട്ട് വലിയ ബുദ്ധിമാനാണെന്ന് വിചാരം. ഇവനൊന്നും ജീവിതത്തിൽ ഒരിക്കലും സിനിമ എടുക്കാൻ പോകുന്നില്ല. ശരിയാ സാർ. നമ്മുടെ പടം കമേഴ്ഷ്യൽ പിന്നെ അല്ലാതെ. അടിച്ച് കസറണം. ഓക്കെ സാർ. പാട്ടെല്ലാം അടിച്ച് പൊളിക്കണം. ഫൈറ്റ് ഹൈലൈറ്റ്. നീ പ്രൊഡ്യൂസറെ പറ്റി ഒന്നും പേടിക്കണ്ട. NRIs കൂടെ ക്യൂ നിൽക്കുക. താങ്ക് യു സാർ. സാർ ഇന്നെന്റെ ബർത്ത്ഡേ. അത് കൊള്ളാലോ. ഗുഡ് 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 ഗുഡ്. ആ ഹാപ്പി ബർത്ത്ഡേ മോനെ. Thank you, sir. ഇത് കേട്ടോ, നീ എന്നെ മനസ്സ് വെച്ചോണ്ട് കഥ ശരിയാക്ക്. ഈ Okay, വർഷം sir. നീ ഒരു ഡയറക്ടറാ. Thank you, sir. പോയി കഥ എഴുതാൻ എന്നാ ഞാൻ നോക്ക്. പോട്ടെ. പിന്നെ ഒരു കാര്യം, Sir. പാട്ടും ഫൈറ്റും മറക്കണ്ട. ഇടിവെട്ടാക്കാൻ സാർ. ആ മുസ്തഫ ചെന്നൈയിൽ വന്നിട്ട് 12 വർഷമാവാൻ പോവാ. ഓടാവുന്നു. ആണോ മുസ്തഫ? പരിശ്രമിച്ചാ മതിയടാ. നടക്കാതെ എവിടെ പോനാ? കൊതുകിന് വരെ ക്ലാപ്പ് ഉണ്ട്. എനിക്ക് വാങ്ങിക്കൂടെ ക്ലാപ്പ്? ശരത്തെ, നിന്റെ റൂംമേറ്റ് വരുന്നുണ്ട്. എനിക്ക് റൂംമേറ്റ് ഇല്ലല്ലോ. ഹോളിവുഡ് താരം സൂപ്പർ സ്റ്റാർ കുട്ടപ്പനിത എഴുന്നള്ളുന്നു. വരുന്നു വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. 2 ഫൈറ്റ് 2 പാട്ട്.
സെക്കൻഡ് ഹീറോ ആയിട്ട് സെലക്ട് ചെയ്തടാ. എന്താ ഇതൊന്നും അല്ലാതെ സീനും അഭിനയം ഒന്നും നിനക്ക് കിട്ടിയില്ലേ? എടാ ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ, നീയൊന്നും ജീവിതത്തിൽ ഡയറക്ടർ ആവില്ല. ആരിക്കടാ, അവസാനം വരെ ഇൻഡയറക്റ്റ് ആയിരിക്കും. ഓ, വലിയ ഹീറോ പറഞ്ഞു കഴിഞ്ഞല്ലോ. എടാ എന്നെ പെട്ടെന്ന് ഓഫീസിലേക്ക് വിളിച്ചടാ. ദേ ഈ കൈ എന്റെ ദേഹത്ത് വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അല്ല ആരാ ഹീറോ? അത് പുതിയൊരാളാ. പ്രൊഡ്യൂസർ ആണെങ്കിൽ ഒരു NRI കാരനാ. പക്ഷെ ഡയറക്ടർ ആരാണെന്ന് ഇപ്പൊ ഞാൻ പറയില്ല. പ്രതീക്ഷിച്ച പോലെ. എന്താ? ഞാനെന്തെങ്കിലും കഴിച്ചിട്ട് വരാം, നീ വരുന്നേ വാ. ആ എനിക്ക് വിശക്കണ്ടാ. നീ എന്തിനാ അവിടെ ഇരിക്കുന്നത്? എന്നിട്ട് വാടാ. എടാ പറഞ്ഞു തീർന്നില്ലടാ, നിക്കടാവേ. കഥ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു മുസ്തഫ. 2 പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇനിയില്ല സമയമല്ലേ. നിന്റെ സമയം തെളിവിടാ. നീ ഈ വർഷം നല്ലൊരു ഡയറക്ടർ ആവും. പിന്നെ ഹീറോ ആരാണെന്ന് തീരുമാനിച്ചോ? ഇല്ല, ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ലാലേട്ടൻ അഭിനയിച്ച് നന്നാവുന്ന ക്യാരക്ടർ. അത് കൊള്ളാം. ഹീറോയിനോർത്ത് വിഷമിക്കണ്ട, അത് മൈഥിലി തന്നെ. ദേ, നിന്നോട് ഞാൻ ചോദിച്ചോ, നിനക്ക് കഥ എന്താണെന്ന് അറിയില്ലല്ലോ. ഹീറോയിൻ മൈഥിലി ആണെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇന്ന് അവളെ കുറിച്ചൊരു ബിറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു നീ കണ്ടോ? ബിറ്റ് ന്യൂസ് വായിക്കാൻ വന്നാണോ അഭിനയിക്കാൻ വന്നാണോ? കുട്ടപ്പ, നീ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്.